എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവാഹം വളരെ വേഗം നടന്നു കിട്ടാനും അതുപോലെ ഉറപ്പായ ദാമ്പത്യ ജീവിതം ഉണ്ടാവാനുമായി പെൺകുട്ടികൾക്ക് ചെയ്യാനുള്ള വളരെ പ്രഭാവശാലിയും അതുപോലെ വളരെ സരളവുമായ ഒരു ഉപായത്തെയാണ് ഈ അധ്യായത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധയോടെ മുഴുവനും കേൾക്കുക. ഒരു വിവാഹം നടക്കുന്ന കാര്യമായാലും വിദ്യാഭ്യാസം കഴിഞ്ഞ് ഒരു തൊഴിൽ ലഭിക്കുന്നതിൻ്റെ കാര്യമായാലും നടന്നു കഴിയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു അദൃശ്യകരങ്ങൾ ഉണ്ടായിരുന്നു എന്ന തോന്നൽ ഉണ്ടാവുന്നതായിരിക്കും. തൊഴിലിൻ്റെ കാര്യം എടുക്കുമ്പോൾ 70% പേരും അവരുടെ മനസ്സിന് പിടിക്കാത്ത ജോലിയാണ് ചെയ്യുന്നത്. മനസ്സിന് പിടിച്ച അല്ലെങ്കിൽ സംതൃപ്തിയോടെ തൊഴിൽ ചെയ്യുന്നവർ 30% താഴെയായിരിക്കും. വേറെ വഴിയില്ല, ചെയ്തേ പറ്റൂ എന്ന രീതിയിൽ തള്ളി നീക്കുകയായിരിക്കും. അതുപോലെ തന്നെയാകും വിവാഹത്തിന്റെ കാര്യവും. ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി എന്ത് ചെയ്യും? അങ്ങനെ പോകട്ടെ എന്ന് കരുതി ജീവിതം തള്ളി നീക്കുകയാണ് പതിവ്. അപ്പോൾ എങ്ങനെയും വിവാഹം വേഗം കഴിഞ്ഞാൽ പോരാ, ചേരുന്നയാൾ തന്നെ വേണം. ഏതെങ്കിലും തരത്തിൽ ജീവിതത്തെ തള്ളി നീക്കരുത്. ഇതിനായുള്ള ഒരു ഉപായത്തെയാണ് പറയാൻ പോകുന്നത്. ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. വീടിന്റെ ആഗ്നേയയിൽ അഥവാ തെക്ക് കിഴക്ക് ദിശയിൽ ഒരു കൃഷ്ണ തുളസി ചെടി നടുക. അതും കന്യക സ്വയം ചെയ്യണം. സ്ഥലപരിമിതിയാണെങ്കിൽ ഒരു ചെടിച്ചട്ടിയിൽ നട്ടാലും മതി. നിത്യവും വെള്ളമൊഴിച്ച് പരിപാലിക്കുക. ആ ചെടി വലിപ്പം വെച്ചതിന് ശേഷം ഇനി നിങ്ങൾ മുന്നേ തന്നെ ചട്ടിയിൽ തുളസി നട്ടു വളർത്തിയിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സമയം ലാഭിക്കാനാകും. ആ ചെടിച്ചട്ടിയെ എടുത്ത് തെക്ക് കിഴക്ക് ദിശയിൽ കൊണ്ടുവച്ചാൽ മതി. അതുമല്ല എങ്കിൽ വളർന്ന തുളസിയെ വേരിന് കേടൊന്നും വരാതെ പുഴുതെടുക്കുകയോ മണ്ണോട് എടുക്കുകയോ ചെയ്ത് തെക്ക് കിഴക്ക് ദിശയിൽ കൊണ്ടുവന്ന് നടുക. തുളസി ചെടി എന്തായാലും തെക്ക് കിഴക്ക് ദിശയിൽ തന്നെ ആയിരിക്കണം ഈ ഉപായം ചെയ്യാൻ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് പറയാം. ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം, ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന് കേട്ട് സംശയിക്കേണ്ട. അമാവാസി, അതായത് കറുത്തവാവ് കഴിഞ്ഞ്, കറുത്തവാവ് കലണ്ടറിൽ നോക്കിയാൽ മതി, ഇതുപോലെ കലണ്ടറിൽ കാണാം. ഈ ദിവസം മുതൽ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇത് ചെയ്യേണ്ടത്. തുളസി ചെടിയെ ദേവിയായി സങ്കല്പിക്കുക. ദേവിക്ക് ഒരു പട്ടുസാരി വാങ്ങി സ്വന്തം കൈകൊണ്ട് ഉടുപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ചെറിയ തുണി കടയിൽ വാങ്ങാൻ കിട്ടും. ക്ഷേത്രത്തിനടുത്തുള്ള പൂജാക്കടകളിൽ ഇത് സുലഭമായി ലഭിക്കും. അത് അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള തുണിയായാലും മതി. അത് കഴിഞ്ഞ് തുളസി ചെടിയുടെ ചുവട്ടിൽ വിളക്കും ചന്ദനത്തിരിയും കത്തിച്ച് വെക്കുക. വൈകുന്നേരം 5:30 മുതൽ 7 മണിക്കുള്ളിൽ ഇത് ചെയ്യണം. അതിനുശേഷം ദേവിയോട് തൻ്റെ അഭിലാഷങ്ങൾ പറയുക. അതായത് വളരെ വേഗം ഒരു നല്ല വരനെ കണ്ടുപിടിച്ച് തരിക എന്ന് ദേവിയോട് അപേക്ഷിക്കുക. നിത്യവും ചെയ്യുക. ആർത്തവകാലത്ത് 7 ദിവസം ഒഴിവാക്കുക. മലയാളി ഹിന്ദു ആകരുത്. തുടർച്ചയായി വിശ്വാസപൂർവം മുടങ്ങാതെ ശ്രദ്ധയോടെ ചെയ്യുകയാണെങ്കിൽ ശ്രീ തുളസി ദേവി നിങ്ങളുടെ അഭിലാഷങ്ങൾ സാധിച്ചു തരിക തന്നെ ചെയ്യും. പ്രാർത്ഥനാ സമയം തുളസി ദേവിയുടെ ഗായത്രി മന്ത്രം ചൊല്ലുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. തുളസി ഗായത്രി മന്ത്രം ഇതാണ്: ഓം ത്രിപുരായ വിദ്മഹേ തുളസീപത്രായ ധീമഹി ഓം തന്നോ തുളസി പ്രചോദയാത്. ഈ ഉപായത്തിലൂടെ നടക്കുന്ന വിവാഹ ജീവിതം വളരെ ധന്യമാകുകയും ചെയ്യും.
ദേവിയുടെ അനുഗ്രഹം ജീവിതം മുഴുവനും ഉണ്ടാകുകയും ചെയ്യും. എത്ര വലിയ ദോഷങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിലും ദേവി അതെല്ലാം തീർത്തു തരുന്നതായിരിക്കും. വിശ്വാസപൂർവം ചെയ്യുക. നന്മകൾ വരട്ടെ. അടുത്തൊരു അധ്യായത്തിൽ പുരുഷന്മാർക്ക് ചെയ്യേണ്ട ഉപായത്തെ പറഞ്ഞു തരാം. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേര് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.